ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഹനാസത്തുൽ വേൾഡ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് പോവാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ ട്രഡീഷണൽ ഡിഷാണ്. അത് പറയുന്നതിന് മുമ്പായി ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ ആ സബ്സ്ക്രൈബും ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഡിഷിലോട്ട് കിടക്കാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ട്രഡീഷണൽ ആയ ഓതന്റിക് സ്റ്റൈൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത ആരും ഇവിടെ ഇല്ല. നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് എങ്ങനെ തയ്യാറാക്കാൻ നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ്. അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീൻ തന്നെയാണ്. അതിനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ എൻ്റെ ബാക്കിലെ വെയിനൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കളറും കിട്ടും, എരിവും കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ കുറഞ്ഞത് ഇത് 30 മിനിറ്റ് തന്നെ വയ്ക്കാൻ ശ്രമിക്കണം. കാരണം എങ്കിലേ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നാടൻ ടൈപ്പിലാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. നാടൻ റോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി അതാണ്. അപ്പോൾ അതൊരു 25 ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞ് സ്ലൈസായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി വേണം. ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മീഡിയം സൈസ് എടുത്താൽ നമുക്ക് 2 തക്കാളി എടുക്കാം. പിന്നെ അതാണ് നമ്മുടെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇഞ്ചി വേണം. ഇതിപ്പോൾ നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഞാൻ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ചേർക്കാനുള്ള പൊടികളെല്ലാം ഞാൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 an hour ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാടൻ റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നിങ്ങളുടെ ചൂസ് ചെയ്യാം കേട്ടോ, എത്ര വേണമെന്നുള്ളതൊക്കെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ഹോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ചെമ്മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കൺട്രോൾ ചെയ്യാം. കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഏകദേശം ഒരു 6 to 8 മിനിറ്റ് മതിയാവും നമ്മുടെ ഈ പ്രോണൊന്ന് വെന്ത് കിട്ടാൻ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഏകദേശം റബ്ബർ പോലെ ആയിപ്പോവും. അത് ഇപ്പോൾ കണവ കൊഞ്ചാണേലും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് അതായത് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പേര് പറയുന്നത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ മാറ്റി പറയുന്നത്. കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആ സെയിം പാനിലും സെയിം ഓയിലും തന്നെയാണ് ഞാനിവിടെ ഇനി നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിനി ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അതിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം കടു നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 വറ്റൽമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഗാർലിക്കില്ലേ, അതായത് വെളുത്തുള്ളി, നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കൊത്തി അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ സ്ലൈസ്ഡ് ആയിട്ട് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ചെറിയ ഉള്ളിയിലെ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സവോളയില്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം നമ്മുടെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഈ ഉള്ളിയെ വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ല കുറയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോണിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവില്ല, കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ തക്കാളിയിലെ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി ഇതിൽ കിടന്ന് വേവണം നന്നായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഏകദേശം 1 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം, ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്ത് എങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ടാവും. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ലിഡ് വെച്ച് അടച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു വിശാലമായ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് സൈസായിട്ടുള്ളൊരു ലിഡ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഉള്ള ഒരു ഇത് വെച്ച് ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട്. പിന്നെ നമ്മുടെ കറി ലീഫ് അത് നിങ്ങൾക്ക് എത്ര വേണോ ആഡ് ചെയ്യാം. നമ്മുടെ കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രഷ്ഡ് പെപ്പർ, അതായത് നമ്മുടെ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്, അതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് വറ്റണം. അപ്പോൾ നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. വറ്റുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന്. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ നമ്മൾ അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മാക്സിമം നമ്മുടെ തീ കുറച്ച് വയ്ക്കുക, എങ്കിൽ നമ്മുടെ ഫ്ലേവറൊക്കെ ചേഞ്ച് ആയിപ്പോവും കരിഞ്ഞു പോയാൽ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നല്ല പാത്രം എപ്പോഴും നല്ല ചുവട് കട്ടിയുള്ളതായിരിക്കുക. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എല്ലാം ചെയ്യും. ഇപ്പം ഞാൻ 2 സ്പൂൺ ഇട്ടെന്നും പറഞ്ഞാൽ നിങ്ങൾ 2 സ്പൂൺ ഇടണമെന്നില്ല. നിങ്ങൾക്ക് ഒന്നാക്കാം, അല്ല അതിൽ കൂട്ടാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാവരും കാണുക. ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മോർ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലീസ് എല്ലാവരും ദയവ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പ്രോൺ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോൺ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ സവോളയും കൂടെ ഇട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനൊന്ന് ഭംഗി കൂട്ടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ. അങ്ങനെ നമ്മുടെ നാടൻ ട്രഡീഷണലായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ, ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ആൻഡ് ആ കൊച്ചു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പുതിയ വീഡിയോ വരുന്നവരെ ഹനാ സലാമി സൈനിങ് ഓഫ്.